നാട്ടിൽ നിന്നുമുള്ള ഒരു പുലിക്കഥയാണിത്. ആനകളെപ്പോലെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ഇടയ്ക്ക് പുലികളും കാടിറങ്ങും. അങ്ങനെ കാടിറങ്ങിയ പുൽപ്പള്ളിയിലെ ഒരു പുലിക്കുട്ടി കുഴപ്പത്തിലായി. വയനാട്ടിൽ പുലിശല്യം ഭയന്ന് മനുഷ്യർക്ക് പുറത്തിറങ്ങാനാവാതെയുള്ള ചില പ്രദേശങ്ങളുണ്ട്. ചില പുലിക്കുട്ടികളെ ചത്തുപോയ നിലയിലും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സുൽത്താൻ ബത്തേരിക്കടുത്ത് ഒരു പുലിയെ പിടികൂടി നാട്ടുകാർ. വിശപ്പ് കൊണ്ട് കുഞ്ഞാടുകളെ തേടി ഇറങ്ങിയതാവാം പുലി. അവശ നിലയിലായിരുന്നു. നാട്ടുകാർക്ക് പുലിയുടെ അവശത തന്നെ ആഘോഷമായി. വെറ്റിനറി ഡോക്ടേഴ്സിൻ്റെ തീവ്ര പരിചരണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനുശേഷം പരിപൂർണമായിട്ട് സുഖമായതിനു ശേഷം ബഹുമാനപ്പെട്ട നമ്മുടെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ നിർദ്ദേശാനുസരണം തുറന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ്. അത് CCFയുടെ നിർദ്ദേശപ്രകാരം ചെയ്യാൻ പറ്റും. എണ്ണത്തിൽ എല്ലാ ദിവസവും കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൃഗമാണ് പുലി. വയനാട്ടിലെ വനങ്ങളിൽ ഇവയ്ക്ക് ഇത്രയും കാലം വംശനാശമുണ്ടായിട്ടില്ല എന്നത് തന്നെ മനുഷ്യരാശിയുടെ ഭാഗ്യം. മുൻ ദൃശ്യങ്ങളിൽ നാട്ടുകാർ കാണിച്ച തെറ്റുകൾ തിരുത്താൻ പിന്നീട് ഡോക്ടർമാർ ശ്രമിച്ചു. അസുഖം ഭേദമാക്കി വീണ്ടും മുത്തഞ്ഞ വനത്തിൽ വിടാനായിരുന്നു ഉദ്ദേശ്യം. വഴിതെറ്റിയ പുലിക്ക് എല്ലാം അനുവദിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലായിരുന്നു. ഇതിന് കഴുത്തിൻ്റെ ഭാഗത്തും തലയുടെ ഭാഗത്തും ക്ഷതങ്ങൾ സംഭവിച്ചിട്ടാണ് കാണുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള മരുന്നുകൾ അപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ രക്തവും മലവും മൂത്രവും ഒക്കെ എടുത്ത് പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്കൊരു കൺഫർമേറ്റീവ് ആയിട്ട് ഡയഗ്നോസിസ് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഇന്നലെ തന്നെ നമ്മൾ ഡ്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ക്ഷതമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക് ഇഞ്ചെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. രക്തപരിശോധിച്ചതിൽ നിന്ന് അതിന് ബബീസിയയുടെ ഇൻഫെക്ഷനും ടേപ്പും ഇൻഫെക്ഷനും ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അതിനുള്ള മരുന്നുകൾ ഞങ്ങൾ ഉടനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും ഇത് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്. എന്നിരുന്നാലും കഴുത്തിൻ്റെ ക്ഷതവും തലയുടെ ക്ഷതവും ശരിക്കും ഇതുവരെ മാറി കിട്ടിയിട്ടില്ല. അതിൽ ശരിക്കും നമ്മളൊരു കൺഫർമേഷണറി ഡയഗ്നോസിസ് പറയണമെങ്കിൽ 48 മണിക്കൂർ കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. 4 ദിവസമെങ്കിലും ഇതിന് ശരിക്കുള്ള ഒബ്സർവേഷൻ ഇടേണ്ടി വരും. ഒട്ടേറെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം പിന്നീട് നടത്തുന്ന ശുശ്രൂഷകൾ മൃഗങ്ങൾക്ക് മനസ്സിലാകില്ല. 4 ദിവസം താൻ പരിശോധനയ്ക്ക് വിധേയനായിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ പുലിക്ക് ബോധ്യമാകില്ല. പുലിയുടെ ഇച്ഛാശക്തി ഇല്ലാതാകുന്നു. ഈ പുലി അങ്ങനെ പേടിക്കേണ്ട ഒരു ജീവിയല്ല. മനുഷ്യനെ ഒരിക്കലും ആക്രമിക്കാത്തതും മനുഷ്യനെ ഭക്ഷിക്കാത്ത ഒരു ജീവിയാണത്. പുലിക്ക് പുലിയതായിട്ടുള്ള ഭക്ഷണമുണ്ട്, അത് കഴിച്ചോളും. മനുഷ്യനെ ഒരിക്കലും ആക്രമിക്കുന്നുള്ള ഭയപ്പാടേ വേണ്ട. അതുകൊണ്ട് തന്നെ ഇനി പുലിയെ നാട്ടിലെവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ ഒരു സൈലൻ്റായിട്ട് നമ്മൾ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ശബ്ദമൊന്നും ഉണ്ടാക്കാതെ നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ അത് വന്ന വഴിയെ തിരിച്ചു വയ്ക്കോളും. മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് വന്ന വാസസ്ഥാനത്തേക്ക് തിരിച്ചു പോകുന്നതാണ് അതിൻ്റെ പതിവ്. ഇനി അബദ്ധത്തിൽ ജനങ്ങൾ കണ്ട് ബഹളം വയ്ക്കുകയോ മറ്റോ ആയിക്കഴിഞ്ഞാലാണ് അത് എവിടെയെങ്കിലും കയറി ഒളിക്കുകയും അതൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്ക് അത് കുടുക്കലായി പോകുന്നത്. പിന്നീട് സംഭവിക്കുന്ന മനുഷ്യനും ആ പുലിക്കും ഉണ്ടാകുന്ന അത്യാഹിതങ്ങളാണ്. അത് ഒഴിവാക്കാനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ കണ്ടില്ലെന്നുള്ള മട്ടിൽ നടിക്കുക. നമ്മൾ നാട്ടിലെ മറ്റു മൃഗങ്ങളെ കാണുന്ന പോലെ തന്നെ കണ്ടിട്ട് അതിനൊന്ന് കെയർലെസ് ആയിട്ട് വിട്ടു കഴിഞ്ഞാൽ തന്നെ ഈ പ്രശ്നങ്ങൾ നല്ലൊരു പരിധി വരെ സോൾവ് ചെയ്യാൻ പറ്റും. അല്ലാതെ നാട്ടിൽ ഇതിന് കയറി മനുഷ്യനെ കടിക്കുന്നുള്ള ഭയാശങ്ക തീർത്തും അടിസ്ഥാനരഹിതമാണ്. അതാണ് ഇതുവരെയുള്ള പഠനങ്ങളും എല്ലാം തെളിയിച്ചിരിക്കുന്നത്. ഇനി അബദ്ധത്തിൽ കടിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ അതിക്രമം മൂലം അതിൻ്റെ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുന്ന സമയത്ത് ചെറിയ അറ്റാക്ക് നടത്തിയിട്ടുണ്ടാവും. അതല്ലാതെ പുലി അങ്ങനെ മനുഷ്യനെ തിന്നുന്ന ഒരു സംഭവം നമ്മുടെ പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ അങ്ങനെ സംഭവം നടന്നിട്ടില്ല. പുലികൾക്ക് മനുഷ്യരെ തിന്നുവാൻ മോഹമില്ല. നമ്മുടെ മാംസം അവർക്ക് വേണ്ടതാനും. എന്നാലും നാം അവരെ ആക്രമിക്കുമ്പോൾ ഭീതി കൊണ്ട് അവർ തിരിച്ചാക്രമിക്കുന്നു. ഇത് മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല. വയനാട്ടിൽ നിന്നും കാടിറങ്ങുന്ന പുള്ളിപ്പുലികൾ ഇടയ്ക്ക് ടെലിവിഷനിൽ ഈ ദൃശ്യങ്ങൾ കണ്ടിരുന്നെങ്കിലെന്ന് കണ്ണാടി ആഗ്രഹിക്കുകയാണ്. അവരുടെ കൂട്ടത്തിലെ ഒരു പുള്ളിപ്പുലി ഇതാ ഒരബദ്ധത്തിൽ ചത്തുകിടക്കുന്നു. മരണകാരണം വ്യക്തമല്ലത്രേ. ആർക്കു വേണം മരണകാരണങ്ങൾ? ദഹിപ്പിക്കുവാനും ചിതാഭസ്മത്തിനായും അവകാശികളാരും വരില്ല. പുള്ളിപ്പുലികൾക്ക് പൊള്ളലുകൾ വേദനിക്കില്ല.